ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരതിയും വിവേകും നെയും കൂട്ടി സൂര്യ നന്ദിനിയുടെ റൂമിലോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് വാ, അവൾ അവിടെ ഉണ്ട്, ആ റൂമിലുണ്ട് എന്ന് പറഞ്ഞിട്ട് റൂമിൻ്റെ അരികിലെത്തുമ്പോൾ ഞാൻ എന്തായാലും ഈ കഥക് തട്ടുന്നുണ്ട്. തട്ടുമ്പോൾ അവൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ട്. അതെന്ത് സർപ്രൈസ് എന്ന് ആരതി ചോദിക്കുമ്പോൾ അവളുടെ ഡ്രസ്സിൻ്റെ പാറ്റേണൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി കഥക് തുറക്കുകയാണ്. കഥക് തുറക്കുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ആ പഴയ സാരിയും ബ്ലൗസും തന്നെ കേട്ടോ. ഇത് കാണുന്ന സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്താടോ താൻ ഇതുവരെ മാറ്റിയില്ലേ എന്ന് ചോദിക്കുകയാണ് സൂര്യ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നന്ദിനി പറയാണ്, ഇല്ല ഞാൻ മാറ്റിയില്ല. അപ്പോഴേക്ക് എടി പെണ്ണെ, നീ എന്താ മാറ്റാത്തത്? ഇതുവരെ നീ മണ്ഡപത്തിലോട്ട് ഓഡിറ്റോറിയത്തിലോട്ട് പോയില്ലേ? അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നന്ദിനി പറയണ, ഓ ഇതുവരെ ഞാൻ ഓഡിറ്റോറിയത്തിൽ തന്നെയായിരുന്നു, അവിടെ കാട്ടിക്കൂട്ടി വെച്ച കോലാഹലങ്ങൾ കണ്ടിട്ട് ഇപ്പം അങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ അത് കേൾക്കുന്ന വിവേക് ചോദിക്കുക, എന്ത് കോലാഹലങ്ങൾ? അവിടെ വലിയ ഫ്ലെക്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന വിവേക് ചോദിക്കുക, എന്താ ഈ പറയുന്നത്? അതെ, അവിടെ വലിയ ഫ്ലെക്സ് വെച്ചിരിക്കുന്നു. അത് മാത്രമല്ല, എൻ്റെയും ഈ സൂര്യസാറിൻ്റെയും മുഖത്തോടു കൂടിയ വലിയൊരു ഫോട്ടോ ആണ് അവിടെ അടിച്ച് സ്ഥാപിച്ചിരിക്കുന്നത്. അത് കണ്ടിട്ട് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുകയാണ്. ആ നോട്ടത്തിൽ ഞാൻ അങ്ങ് കത്തിപ്പോവും. അത്രയും തീ ജലിക്കുന്ന ജാലകളാണ് അവരിൽ നിന്ന് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സൂര്യ പറയണം, അവർ കല്യാണക്കത്തിൽ എൻ്റെ പേരെഴുതിയില്ല, നന്ദിനിയുടെ പേരെഴുതിയില്ല, അപ്പോൾ അവർക്കൊരു തിരിച്ചടി കൊടുക്കണ്ടേ, അതിലെന്തത്ര വലിയ തെറ്റ്? ഒരു തെറ്റുമില്ല, ആളുകളുടെ മുന്നിൽ ഞാൻ കത്തി ജ്വലിക്കുകയാണ് എന്നൊക്കെ എന്നെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ആരതി പറയണ, എന്തായാലും വിഷയം വിട്. അപ്പോഴേക്കും സൂര്യ പറയണ, വിഷയം വിട്, എന്തായാലും മണ്ഡപത്തിലോട്ട് പോകണ്ടേ, പോകാൻ ഒരുങ്ങിയെന്ന് പറയുന്നുണ്ടോ. ഓ പോയതന്നെ മതി. എൻ്റെ നന്ദിനി, ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് എനിക്ക് ഞാൻ തലയിൽ വെച്ച് സത്യം ചെയ്തതല്ലേ. ആ തലയിൽ വെച്ച് കൈ വെച്ച് സത്യം ചെയ്തതിനെ മുഖേന എൻ്റെ തലക്ക് യാതൊരു സ്വസ്ഥതയില്ല, തലവേദനിച്ചിട്ട് ഇടങ്ങറായി. അപ്പം തുടങ്ങിയ തലവേദനയാണെന്ന് പറയുമ്പോൾ, ഓ അങ്ങനെയാണോ? എന്നാൽ എൻ്റെ നന്ദിനി നന്ദിനി നീ ഒന്ന് ഒരുങ്ങി വാ, എൻ്റെ ആരതി ഇവളെ പെട്ടെന്ന് ഒരുക്ക്. അങ്ങനെ പെട്ടെന്നൊന്നും ഒരുക്കാൻ പറ്റില്ല എന്ന് ആരതി പറയണം. ഒരു പെണ്ണിനെ ഒരുങ്ങാൻ എത്ര സമയം വേണ്ടി വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏകദേശം അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വേണ്ടി വരും. ഓ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ പാവത്തങ്ങളായിരുന്ന 2 പെണ്ണുങ്ങളും ശബ്ദമുയർത്തുന്നത് കണ്ടില്ലേ എന്ന് പറയണേ. ഇതേ സമയം ആരതി റൂമിൽ കയറിയിട്ട് നന്ദിനിയോട് പറയണേ, എന്തിനാടി ഇനി ഇങ്ങനെ സൂര്യോട് ഇങ്ങനെ ചൂടാവുന്നത്? ഏട്ടനോട് ഇത്ര ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല, ഏട്ടൻ ചെയ്തത് നല്ല കാര്യമല്ലേ. വിവാഹത്തിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ഫ്ലെക്സ് മാത്രമല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CEO എന്നും കൂടി എഴുതിയിട്ടുണ്ടല്ലോ. ഓ എഴുതിക്കോട്ടെ, നീ കമ്പനിയുടെ CEO അല്ലേ, കമ്പനിയുടെ നീ ഏട്ടൻ്റെ പോലെ നീയും സംസാരിക്കാൻ നിൽക്കരുത്, മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. നീ മിണ്ടാതിരുന്ന ആരതി. അങ്ങനെയല്ല നന്ദിനി, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, എന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് മറ്റുള്ളവരോട് എന്നെ വെച്ചിട്ട് അങ്ങ് മുതലെടുപ്പ് നടത്താണ് എൻ്റെ നന്ദിനി. അതൊക്കെ വിട്ടേക്ക് സൂര്യ, നിന്നോട് ഇഷ്ടം കൊണ്ടല്ലേ. എന്തായാലും നീ ഡ്രസ്സ് മാറ്റ്, നിൻ്റെ ഡ്രസ്സ് അവിടെ ഞാൻ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് അലമാറയിൽ നിന്ന് ആ ഡ്രസ്സ് എടുക്കുമ്പോൾ, അയ്യോ എന്തൊരു ഭംഗിയുള്ള ഡ്രസ്സാണ്, എന്ത് സൂപ്പറായിരിക്കും നന്ദിനി, നീ ഇട്ട് കഴിഞ്ഞത് അടിപൊളി തന്നെ, എന്ത് ഡ്രസ്സാണ് ഈ ഡ്രസ്സ് കാണാനെന്നൊക്കെ അതിന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം, ഓ എന്തായാലും നീ വന്ന് ഞാൻ ഡ്രസ്സ് മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇതേ സമയം വിവേകും സൂര്യയും കൂടി സംസാരിക്കുക. വിവേകും അറിയണേ, എന്തായാലും ഫ്ലക്സ് ഇങ്ങനെയൊക്കെ വെച്ച സ്ഥിതിക്ക് വലിയ പ്രശ്നം. ഓ എൻ്റെ സംശയം ഇപ്പം അതല്ല, ഗംഗ എന്ന് പറയുന്ന സ്ത്രീയെ അമ്മയും അച്ഛനെയും അവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? എൻ്റെ സൂര്യ, നമ്മൾ ഒരു സാധാരണ കുടുംബമാണ്, നമ്മളെപ്പോലെയുള്ളവരെ ആളുകൾ നോക്കും. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇവർ ഒക്കെ ഇത് വിവാദമാക്കും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മമ്മിയും ഡാഡിയും ഇക്കാര്യത്തിൽ മൗനം പാലിച്ചിരിക്കുന്നത്. ഗംഗ എന്തുദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല സൂര്യ, അതാണ് ഇപ്പം എൻ്റെ ടെൻഷൻ. അപ്പോഴാണ് കേട്ടോ വിജയ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അളിയ എന്താ പരിപാടി? ഞങ്ങൾ അളിയനെ കാത്തിരിക്കുന്ന പരിപാടിയായിരുന്നു. എന്തിനാ എന്നെ കാത്തിരിക്കുന്നത്? അത് തന്നെ. അപ്പോൾ മദ്യം കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിവേക് ആളൊരു പുലി തന്നെയാണല്ലേ. വിവേക് കൊണ്ടുവരുന്ന മദ്യമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്നാൽ നമുക്ക് കഴിക്കില്ലേ, കഴിക്കാനുള്ളൊരു സ്ഥലമാണ് കണ്ടെത്തേണ്ടത്. അതല്ലേ നമുക്ക് എവിടോട്ട് വെച്ച് പോവാം. അല്ല അളിയും പറയുന്നത് പോലെ അങ്ങോട്ട് പോകാമെന്നുള്ള തീരുമാനം ഞങ്ങളുടെ. ആയിക്കോട്ടെ, എന്നാൽ നമുക്കൊരു സ്ഥലം കണ്ടെത്താം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ആ സ്ഥലം കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ, അത് എനിക്കൊരു അർജൻറ്റ് പണിയുണ്ട്, ഓഡിറ്റോറിയത്തിലോട്ട് ഒരു അർജൻറ്റായ സാധനം കൊണ്ടു കൊടുക്കാനുണ്ട്. എന്താ വല്ല കുങ്കുമോ പ്രസാദം അങ്ങനെ എന്തെങ്കിലും ആണോ? പൂജ സാധനങ്ങൾ എന്തെങ്കിലും ആണോ? ഓ അതൊന്നുമല്ല. പിന്നെ എന്താ, വേറെന്താ, പായസ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും ആണോ? അതൊന്നുമല്ല, നിങ്ങൾ ആരോടും പറയില്ല എന്നെങ്കിൽ ഞാനൊരു സ്വകാര്യം പറയാം. എന്താ എന്ന് സൂര്യയും വിവേകും കൂടി സ്വകാര്യത്തോടു കൂടി അത് കേൾക്കാൻ നിൽക്കുമ്പോൾ, അതെ ഇന്ദ്രജയുടെ ചെരുപ്പാണ്. ഓ അയ്യോ, നിങ്ങളെപ്പോലെ ഒരു അളിയനെ ഞങ്ങൾക്ക്
കിട്ടിയത് ആണുങ്ങൾക്ക് തന്നെ അപമാനമാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത്? എന്ത് രാജ, എൻ്റെ ചേച്ചി തന്നെയാണ്. എൻ്റെ ചേച്ചിക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഇത് ഒന്നടക്കം ആണുങ്ങളെ ഇങ്ങനെ വിലയിരുത്തുന്ന ആ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ പോകുന്നത് തീരെ ശരിയല്ല. ആണുങ്ങളെ അപമാനിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതെ, എനിക്ക് അവളുടെ മുഖത്ത് നോക്കി എടി ഇന്ദ്രജ എന്ന് പറഞ്ഞ് അപ്പോൾ ഇവർ ഞെട്ടി കിട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ട് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്കതിനുള്ള ധൈര്യമില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും ചെരുപ്പ് കൊണ്ടുകൊടുത്ത് മതിയോ ഇനി വരണ്ട, ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ മദ്യപിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ ഇന്ദ്രജയുടെ ചെരുപ്പ് എടുക്കുമ്പോൾ ഇത് ഇന്ദ്രജ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഷൂ ആണല്ലോ എന്നിട്ട് അതവിടെ താഴെ ഇട്ടിട്ട് ഇതാണ് ഷൂ, ഇതാണ് അവളുടെ ചെരുപ്പ് ഞാൻ കൊണ്ടുകൊടുത്തിട്ട് അയ്യോ ഇങ്ങനെ ഒരു ഇടയനെ കിട്ടിയതിൽ എനിക്ക് ചില സമയത്ത് പാവം തോന്നും. അയാളുടെ ഒരു ഗതികേട് ആലോചിച്ച് എൻ്റെ മനസ്സിൽ സങ്കടം തോന്നും. പക്ഷേ ചില സമയങ്ങളിൽ എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ പറയും പിന്നെ പാവമാണ് അയാൾ. പക്ഷേ അയാളുടെ ചില നേരത്തെ പ്രവൃത്തി കണ്ട പാവത്തിനേക്കാൾ കൂടുതൽ കൊല്ലാനുള്ള ദേഷ്യവും ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറയാണ് സൂര്യ. അങ്ങനെ സൂര്യയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വിവേക് പറയണത് ശരിയാണ്, അയാളുടെ കാര്യം വലിയ കഷ്ടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നീടാണെങ്കിലോ നന്ദിനി ഡ്രസ്സ് മാറിയിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നന്ദിനിയോട് ആരതി പറയണം ഇനിയൊന്ന് വേഗം ഡ്രസ്സ് മാറി, ഏട്ടന് വന്നാൽ അത് പ്രശ്നമാവും, ഏട്ടപ്പോൾ വിളിച്ച് വരും, അത് നീ ആലോചിക്ക്, നീ മാറി എന്നാലും എൻ്റെ ആരതി ഈ ഡ്രസ്സൊക്കെ മാറി എന്ന് പറയുമ്പോൾ അപ്പോൾ ആരെ തട്ടുന്നു കേട്ടോ. ഓ ഇത്ര പെട്ടെന്ന് മാറി എന്ന് ഏട്ടൻ്റെ വിചാരം, എന്ന് ഏട്ടന് രണ്ടിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് വാതിൽ തുറക്കാൻ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുന്നത് ഹരിതയായിരിക്കും കേട്ടോ. ഹരിത അങ്ങ് വന്ന് ഇവരോട് വഴക്കുണ്ടാക്കുകയാണ്. ഇതാരാ നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണേ ഇത് എൻ്റെ കൂട്ടുകാരി, ആ അപ്പുറത്തെ വീട്ടിലെ വേലക്കാരി ആയിരിക്കൂലേ. അത് കേട്ട ഉടനെ അല്ല വിവേകിൻ്റെ, അതായത് സൂര്യസാറിൻ്റെ ഭാര്യ, സൂര്യസാറിൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അതാരാ ആള്, അന്ന് ആ കള്ളു കുടിച്ച് ഫോട്ടോഷൂട്ടിന് വന്ന ആ ആളാണോ? ആ അതെ. ഓ അപ്പോൾ ഇത്രക്കാരെ തന്നെ കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാം, ഇത്രക്കാരെ തന്നെ കാണത്തുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാം, ഇത്രക്കാരെ വരത്തുള്ളൂ എന്ന് പറയാം. അപ്പോഴേക്കും ഹരിതയോട് ദേഷ്യം പിടിക്കുകയാണ് ആരതിക്ക്. അപ്പോൾ ആരതി പറയണേ ഇതേ ഞാനുണ്ടല്ലോ. അപ്പോഴേക്കും നന്ദിനി പറയണേ ഇത് സൂര്യസാറിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയാണ്, ഇവർ ക്ഷണിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവർ ഈ കുടുംബം പോലെയാണ്, ഈ കുടുംബത്തിലുള്ള ഒരു അംഗം പോലെയാണ്, ഇവിടെ എന്ത് പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ആ സമയം ഇവരെത്തിയിരിക്കും. അപ്പോൾ ഇവരെ വെറുതെ അപമാനിക്കരുത്. ഓ ഞാൻ അപമാനിക്കാനുമില്ല, ഞാനിവരെ പറഞ്ഞു വിടാനുമില്ല, അതെ ഇവരുടെ നില എത്ര ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും നന്ദിനിക്ക് ദേഷ്യം പിടിക്കാനുണ്ട്. അപ്പം നന്ദിനി പറയണേ ഇതേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. വഴക്കിടുമ്പോഴേക്കും ആരതി പറയണം വേണ്ട വിട്ടേക്ക് എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഞാനൊന്നും പറയാനില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ആ കട്ടിലിൽ ഈ ഡ്രസ്സ് കിടക്കുന്നത് കാണുന്നത്. അത് കാണുന്ന ഹരിത ചോദിക്കുക ഇത് ആരുടെ ഡ്രസ്സാണ്? അപ്പോൾ ഹരിതി പറയുന്നത് നന്ദിനി കൂടാണ് ഉള്ളതാ. ഓ നീ ഞങ്ങളെപ്പോലെ നിന്നെ എത്തിക്കൂ എന്ന് സൂര്യ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ആ ഒരു ശ്രമത്തിലോട്ടായിരിക്കില്ല ഞങ്ങളെപ്പോലെയുള്ള വേഷം നിന്നെക്കൊണ്ട് ഇടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിന്നെ എത്തിക്കും എന്ന് അവൻ പറയുന്നത് അവൻ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അവന് എൻ്റെ പത്മാൻ്റിയെ തോൽപ്പിക്കണം, അതിനൊരു കരുവാണ് നീ, അതാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഹരിത പറയാണ് കേട്ടോ. ആ സമയം സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നുണ്ട് നന്ദിനിക്കും. അങ്ങനെ നന്ദിനി ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഉടനെ ഹരിതി പറയണേ അവൾ പറയുന്ന വാക്കൊന്നും നീ വിഷയമാക്കണ്ട, എന്തായാലും എൻ്റെ ഏട്ടനെ അവളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് വെറുതെ അല്ല, ഇത് ഇവറ്റങ്ങളൊന്നും വെറുതെ വിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ആ സമയം ഏട്ടനോട് ഇനി ഇത് പറയണ്ട, സൂര്യ സാർ അറിഞ്ഞത് പ്രശ്നമാവെന്ന് പറയണം. പിന്നീട് വന്ന ആളുകളൊക്കെ പത്മയോടും അതുപോലെ തന്നെ യതീന്ദ്രനോടും പറയണം ഇനി നിങ്ങളുടെ പ്ലാൻ എന്താ, ഇനിയിപ്പോൾ നിങ്ങൾ പറക്കാനുള്ള ഉദ്ദേശമായിരിക്കില്ലേ, മക്കളുടെയൊക്കെ വിവാഹം കഴിയുന്നതിനോടുകൂടി നിങ്ങൾ പറക്കായിരിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ പത്മ പറയണേ ഇല്ല. അപ്പോഴേക്ക് യതീന്ദ്രൻ പറയണേ ഞങ്ങൾ പറക്കത്തൊന്നുമില്ല, കുറച്ച് കാലം മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ കൂടെ നിൽക്കട്ടെ. അപ്പോൾ അതിലൊരുത്തൻ പറയാണ് അതിൽ സൂര്യ അംഗീകരിക്കുമോ, വിവാഹക്കത്തിൽ സൂര്യയുടെ പേരില്ല എന്നാൽ ഫ്ലെക്സിൽ വെച്ച് പേരുണ്ട്, അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഇനിയിപ്പോൾ സൂര്യ അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പത്മ ആകെ വഷളായിട്ടോ. അപ്പോൾ പത്മ ഒരു മിനിറ്റ് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പത്മ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് പത്മ മാറിക്കുമ്പോൾ യതീന്ദ്രൻ വരികയാണ്. ഇപ്പോൾ നിങ്ങളുടെ മകനെ ഉദ്ദേശിച്ചതാണ് എന്നെ നാണം കെടുത്തുക എന്ന്. ഇപ്പോൾ കണ്ടില്ലേ അവർ ചോദിച്ചതെന്താ, വിവാഹ കത്തിൽ സൂര്യയുടെ പേരില്ല, അപ്പോൾ ഫ്ലെക്സിൽ പേര് വെച്ചിരിക്കുന്നു, അതിലൊരു തെറ്റുമില്ല. അപ്പോൾ ആരുടെ അടുത്ത തെറ്റ്, നിൻ്റെ അടുത്താണ് തെറ്റ്, നീയല്ലേ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ ഈ മുന്നും പിന്നും നോക്കാതെ നിങ്ങളുടെ മകനും അവർക്കിട്ട് കൊടുക്കും, അത് ഇനി ക്ഷണിച്ചിട്ടാണ് ഈ മണ്ഡപത്തിലോട്ട് ഓരോരുത്തരും വന്നിട്ടുള്ളത്. അപ്പോൾ നീ അത് ആലോചിക്കുക, നീ ക്ഷണിച്ച് വന്നവരെ നീ നാണം കെടുത്താതിരിക്കേണ്ടത് നിൻ്റെ ആവശ്യമാണ്, അമ്മ അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്.
പിന്നീട് സൂര്യ ഒരു ഒന്നൊന്നര ലുക്കിൽ വരുന്നതാണ് കേട്ടോ. കോട്ട് സൂട്ടൊക്കെ മാറ്റി സൂര്യ വരികയാണ്. അങ്ങനെ വാവ് നിൻ്റെ ലുക്ക് അടിപൊളിയാണ് എന്നൊക്കെ ഇങ്ങനെ വിവേക് പറയുന്ന സമയത്ത് ഫോൺ വരട്ടെ സൂര്യക്ക് ആരതിയാണെന്ന് പറയാണ്. റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോവാമെന്ന് പറയണേ. അങ്ങനെ അവർ റൂമിൽ ചെല്ലാണ്, കഥകിൽ ചെന്ന് തട്ടുകയാണ്. അപ്പോൾ എവിടെ നന്ദിനി എന്ന് പറഞ്ഞിട്ട് സൂര്യങ്ങ് കടക്കുമ്പോൾ നന്ദിനിയാണെങ്കിലോ ആ ഒരു ഗൗണൊക്കെ ആ ഒരു ടോപ്പൊക്കെ ഇട്ട് വരുന്നത് കാണുമ്പോൾ പറയാനില്ല. അങ്ങനെ വലിയ അത്ഭുതത്തോടു കൂടി സൂര്യയും വിവേകും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വാവ് എന്തൊരു അടിപൊളിയാണ് നന്ദിനി, നിനക്കിങ്ങനെയുള്ള മോഡേൺ ഡ്രസ്സ് അടിപൊളിയാണ്. അപ്പോഴേക്കും നന്ദിനിയുടെ വയറും അതുപോലെ തന്നെ ഹാഫ് കൈ ആയതുകൊണ്ട് തന്നെ തൻ്റെ കൈയും ഷോൾഡറൊക്കെ കാണുമ്പോൾ ആ ഒരു കുറച്ചിലുണ്ട്. ഷോൾ ഇട്ടിട്ടും മറക്കാൻ ശ്രമിച്ചിട്ടും മറയുന്നില്ല. തനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ സൂര്യ പറയണേ, എടോ തനിക്കിത് ചേരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേ ഒന്ന് നിർത്തുന്നുണ്ടോ സൂര്യ സാർ എന്ന് പറയണേ. എല്ലടോ താൻ വായോ, മണ്ഡപത്തിലോട്ട് വാ, തനിക്കിത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോഴേക്കും വിവേക് പറയണേ, അടിപൊളിയാണ് നന്ദിനി, പറയാനില്ല, അത്രയും സൗന്ദര്യമുണ്ട് നിനക്ക്, നീ വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ നന്ദിനിയാണെങ്കിലോ മിടി ഇങ്ങനെ കയറ്റാൻ നോക്കുന്നു, തൻ്റെ കൈ ഇങ്ങനെ ഷോൾ കൊണ്ട് മറക്കാൻ നോക്കുന്നു. പക്ഷേ എങ്ങനെ മറച്ചാലും നെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ ശരീരം പുറത്തോട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ നന്ദിനിയോട് സൂര്യ പറയാണ്, അടിപൊളിയായിട്ടുണ്ട്, പറയാനില്ല എന്ന് പറയുമ്പോൾ അയ്യോ എനിക്കിതെന്തോ ഒരു മാതിരി എന്ന് പറയാണ്. അപ്പോൾ ഉടൻ തന്നെ അല്ലെങ്കിലും എൻ്റെ നന്ദിനിയെ എത്ര കോലം കെട്ടിച്ചാലും അതാവില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ വേറെ എവിടെ കേട്ടൊരു ചൊല്ലാണല്ലോ എന്ന് വിവേക് പറയുമ്പോൾ അത് എന്നെ ചൊല്ലി പറഞ്ഞതാണ്, നായയെ എത്ര ചമയിച്ചാലും അങ്ങനെ തന്നെ അല്ലേ എന്നുള്ള. അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞില്ല നന്ദിനി, അങ്ങനെയൊന്നും പറയാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്.